ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് റെസിപ്പിയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതേ ചിയ സീഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ചിയ സീഡ്സാണ് എടുത്തിരിക്കുന്നത്. ശാസ്ത്രീയപരമായിട്ട് ഒരുപാട് വിശദീകരിക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചിയ സീഡാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കുതിർത്തെടുക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരിട്ട് ഡയറക്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർനൈറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഓവർനൈറ്റ് ഓട്ട്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റി വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് അടിവശത്ത് കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് മുമ്പാണ് നേരത്തെ ഈ ചിയ സീഡ് കുതിർക്കാൻ വെക്കുന്നത്. അതിനുശേഷം ഈ ബൗളിലേക്ക് ഞാൻ 2 ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആശാൻ അങ്ങോട്ട് നമ്മളോട് മെരിങ്ങി വരുന്നില്ല, പക്ഷേ ഞാനതിനെ ചവിട്ടി ഒതുക്കിയിട്ടുണ്ട്. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. അതിന് നന്നായിട്ട് മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം. അതിലേക്ക് നമുക്ക് നേരത്തെ മുൻപേ കുതിർത്ത് വെച്ച ആ ഒരു ചിയ സീഡ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് നിറച്ച് ഞാൻ എടുത്തിട്ടില്ല. ഓട്സാണ്. നമുക്ക് ഹോൾ ഓട്സ് വേണമെങ്കിൽ എടുക്കാം. നോർമൽ ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനൂടെ ഒരു അരക്കപ്പ് പാല്, ഫ്രഷ് മിൽക്കാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇത്രയും മിക്സ് ചെയ്ത് നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ വെച്ചിരുന്നിട്ട് രാവിലെ എടുത്ത് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചാലും മതി. അതിനുശേഷം മധുരത്തിന് വേണ്ടി വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിലേക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് അതൊന്ന് തിക്കായി വരുമ്പോഴത്തേനും ഒരു 10 മിനിറ്റ് വേണം വെച്ചാൽ മതി. നമുക്ക് തിക്കായി കിട്ടും നന്നായിട്ട്. അതിലേക്ക് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ആപ്പിളും അതുപോലെ കുറച്ച് നട്ട്സ്, ബദാമും പിസ്തയാണ്, പിന്നെ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ചെറിയ പോർഷനും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഡയറ്റൊക്കെ കീപ്പ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ.